കുറുക്കനും ആടും. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കുറുക്കനും ആടും താമസിച്ചിരുന്നു. ഒരു ദിവസം കുറുക്കൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. നടക്കുന്നതിനിടെ അവൻ ഒരു പഴയ കിണറിന്റെ അടുത്തെത്തി. വെള്ളം കുടിക്കാമെന്ന് കരുതി കുറുക്കൻ മുന്നോട്ടാഞ്ഞു നോക്കി. പെട്ടെന്ന് അവന്റെ കാല് വഴുതി കിണറ്റിലേക്ക് വീണു. കിണറ്റിൽ നിന്നും പുറത്തു കടക്കാൻ കുറുക്കൻ പരമാവധി ശ്രമിച്ചു. അവൻ നഖങ്ങൾ ഉപയോഗിച്ച് മുകളിലേക്ക് കയറാൻ നോക്കി. എന്നാൽ ചുമരുകളിൽ വഴുക്കലുള്ളതിനാൽ അവൻ അത് കഴിഞ്ഞില്ല. എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് അവൻ അവിടെ തന്നെ ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു ആട് ദാഹിച്ച് അല്പം വെള്ളം അന്വേഷിച്ച് അതുവഴി വന്നു. കിണറിനടുത്തെത്തിയപ്പോൾ അതിനുള്ളിൽ കുറുക്കനെ കണ്ട ആട് നിങ്ങൾ ഇതിനുള്ളിൽ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു. ബുദ്ധിമാനായ കുറുക്കന് ഒരു സൂത്രം തോന്നി. അവൻ സന്തോഷത്തോടെ പറഞ്ഞു, ഈ കിണറ്റിലെ വെള്ളത്തിന് നല്ല മധുരവും തണുപ്പുമാണ്. ഇത് കുടിക്കാനാണ് ഞാൻ വന്നത്. നീയും പരീക്ഷിച്ചു നോക്കൂ. ആടിന് നല്ല ദാഹമുണ്ടായിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ കിണറ്റിലേക്ക് ചാടി. തണുത്ത വെള്ളം കുടിച്ച് ദാഹം തീർത്തു. എന്നാൽ പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന് പിന്നീട് അവൾക്ക് മനസ്സിലായി. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, പേടിക്കണ്ട, എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട്. നീ നിവർന്നു നിൽക്കുക. ഞാൻ നിന്റെ പുറത്ത് ചവിട്ടി പുറത്തേക്ക് ചാടാം. എന്നിട്ട് നിന്നെയും സഹായിക്കാം. കുറുക്കനെ വിശ്വസിച്ച ആട് നിവർന്നു നിന്നു. കുറുക്കൻ അവളുടെ പുറത്ത് ചവിട്ടി കിണറിന് പുറത്തേക്ക് ചാടി. ആട് ഇനി തന്നെ രക്ഷിക്കണമെന്ന് കുറുക്കനോട് ആവശ്യപ്പെട്ടു. ഞാൻ എന്തിനു നിന്നെ രക്ഷിക്കണം? ചാടുന്നതിന് മുമ്പ് നീ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരുമായിരുന്നില്ല. പരിചയമില്ലാത്തവർ പറയുന്നത് വിശ്വസിച്ച് അബദ്ധങ്ങളിൽ ചാടരുത്. ഇത് പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും പോയി. പാവമാട് തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു. തന്റെ മണ്ടത്തരമോർത്ത് ദുഃഖിച്ച് അതിനുള്ളിൽ കിടന്നു. ഇതിന്റെ ഗുണപാഠം എന്താണ് കൂട്ടുകാരെ? നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നതിന് മുൻപ് നന്നായി ചിന്തിക്കുക. ഈ കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.